and welcome to my channel. സോ ഇന്ന് ഒരു ട്രാവൽ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഒരു വെറൈറ്റി ട്രാവൽ വീഡിയോ ആണ്. ഇന്ന് പോകുന്നത് ചെങ്ങന്നൂർ ടു മുരുടേശ്വരം വിയ മാംഗ്ലൂർ. മാംഗ്ലൂർ വഴിയാണ് പോകുന്നത്. ബട്ട് മാംഗ്ലൂരിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് അടുത്ത ട്രെയിൻ കയറിയിട്ടാണ് മുരുടേശ്വരം പോകുന്നത്. എക്സൈറ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലോക്കൽ ടിക്കറ്റേ ഉള്ളൂ. കൺഫേം ടിക്കറ്റ് ആയില്ലായിരുന്നു. ഞാൻ തത്കാലായിരുന്നു എടുത്തത്. സോ തത്കാൽ ടിക്കറ്റ് കൺഫേം ആയില്ല. തത്കാൽ എടുത്തപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, അതെനിക്ക് കൺഫേം ആയില്ല. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാനിപ്പോൾ സ്റ്റേഷനിൽ വന്ന് ജനറൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യാത്ര എങ്ങനെ, ഇതുവഴി എങ്ങനെയൊക്കെ എത്തും, ഞാൻ എങ്ങനെ മുരുടേശ്വരം എത്തും നമുക്ക് കാണാം. മംഗലാപുരം വരെ പോകുന്ന മലബാർ എക്സ്പ്രസ് ചെങ്ങന്നൂർ സ്റ്റേഷൻ. ഹലോ ഗായ്സ്, ഇന്നിപ്പോൾ 9:30 ആയി. ഇന്നലെ നൈറ്റിൽ ഒരു ഷൂട്ടും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും സ്ലീപ്പറിൽ നിന്ന് ഇവിടെ സീറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നു. അപ്പോൾ സീറ്റില്ലാന്നും പറഞ്ഞിട്ട് നമുക്ക് ജനറലിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ ജനറലിൽ പോയി. ജനറലിൽ പോകുന്ന വഴി എനിക്ക് ട്രെയിനിൽ തന്നെ ഒരു അങ്കിളിനെ കണ്ടിരുന്നു. പുള്ളി അപ്പോൾ പറഞ്ഞു ഷൊർണൂർ ആകുമ്പോഴത്തേക്കും ടി ചേഞ്ച് ചെയ്യും, ഷൊർണൂർ ആകുമ്പോഴത്തേക്കും വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ജനറലിൽ കയറി കുറച്ചു നേരം നിന്നു, കുറച്ചു നേരം ഇരുന്നു. പിന്നെ ഷൊർണൂരൊക്കെ ആയപ്പോഴത്തേക്കും വന്നു. ഷൊർണൂരിൽ നിന്ന് കിട്ടിയില്ല, കുറ്റിപ്പുറത്ത് നിന്ന് നമുക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഒരു 3:30 കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആക്ച്വലി സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ നമ്മള് ഉള്ളാൾ എന്ന് പറഞ്ഞ സ്റ്റേഷൻ കഴിഞ്ഞു. ബാക്കി നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാനിപ്പം നമുക്ക് മുരുടേശ്വരം പോകാനുള്ള ട്രെയിനിലിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഞാൻ ഒരു 10 o'clock ആയപ്പോഴത്തേക്കും മാംഗ്ലൂർ എത്തി. അത് കഴിഞ്ഞ് ഇവിടെ ഒരു AC വെയിറ്റിംഗ് ഹാൾ ഉണ്ടായിരുന്നു, അവിടെ പോയി ഫ്രഷായി ഒരു 11 വരെ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി ഫുഡ് കഴിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഒരു കറി വാങ്ങി. നല്ല ഫുഡായിരുന്നു. എനിക്ക് മറ്റുള്ള സ്റ്റേഷനിൽ വെച്ചിട്ട് വൃത്തിയുള്ളതുപോലെ തോന്നി. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ട്രെയിൻ എന്ന് പറഞ്ഞാൽ മാംഗ്ലൂർ മുംബൈ മധ്യഗംഗ ലോകമാന്യ തിലക് പോകുന്ന ട്രെയിനാണ്. മാംഗ്ലൂർ മുംബൈ എന്നാണ് പറയുന്നത്. മധ്യഗംഗ എന്നാണ് നമ്മുടെ ട്രെയിനിൻ്റെ പേര്. അപ്പോൾ ഇതിന് ഇനി മുരുടേശ്വരം. നമ്മുടെ മധ്യഗംഗയുടെ ടൈം വരുന്നത് 12:45 ആണ്. ഞാൻ ഓൾറെഡി ഒരു 10 മണിക്കട വന്ന പോസ്റ്റാണ്. അപ്പോൾ നേരത്തെ കയറി സീറ്റ് പിടിച്ചിരുന്നു. ലോക്കൽ ടിക്കറ്റാണ് എടുത്തത്. നോക്കാം. കറക്റ്റ് ടൈമിന് നമ്മുടെ ട്രെയിൻ മാംഗ്ലൂരു സെൻട്രലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 12:45. ഇവിടുന്ന് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ അടിപൊളിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഓക്കെ, വി ആർ അറ്റ് മാംഗ്ലൂരു ജംഗ്ഷൻ. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ഇല്ല എന്നാണ് തോന്നുന്നത്. നല്ല കിഡിലൻ ക്ലൈമറ്റ് ആണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും മഴയായി, മഴ ചാറുന്നുണ്ട്. ഗൈസ്, നമ്മളിവിടെ മുരുടേശ്വരം എത്തി. ഇനിയിപ്പോൾ ആക്ച്വലി ഒരു പ്ലാനും ഇല്ലാത്തൊരു ട്രിപ്പാണ്. ഇനിയിപ്പോൾ ഇവിടെ ഓട്ടോ പിടിച്ച് പോകണോ നടന്നു പോകണോ എന്നൊരു ഒരു പിടിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. ഈവൻ ഹോട്ടൽ പോലും നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു ട്രിപ്പാണ് എൻ്റെ ഈ ട്രിപ്പ്. നല്ലൊരു ഡീസൻറ്റ്
റൂമാണ്. 1000 ആയിരുന്നു പറഞ്ഞത്. 900 റുപ്പീസിനാണ് നമുക്ക് ഈ റൂം കിട്ടിയത്. അപ്പോൾ ഞാൻ ഫുള്ളി സെറ്റായിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മുരുടേശ്വരത്ത് വരണം എന്ന്. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിച്ച് ഞാൻ അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിന് തൊട്ടടുത്താണ് റൂം എടുത്തേക്കുന്നത്. ഞാൻ കാണിക്കാം. നമ്മളെടുത്തേക്കുന്ന റൂമിൽ നിന്ന് വെറും ഒരു 5 to 10 minutes വാക്കബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മുടെ അമ്പലം വരുന്നത് ദേ ഇതാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. കാണുന്നുണ്ടോ? ഇവിടെ മൊത്തം കടലാട്ടോ, ബോട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. കർണാടകയിലാണ് കേട്ടോ ഈ മുരുടേശ്വരം വരുന്നത്. വേൾഡിലെ 3rd ലോങ്ങസ്റ്റ് ശിവന്റെ പ്രതിമയാണ് ഇവിടെ ഉള്ളത്. ചുറ്റും കടലായതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലൈമറ്റും, അതേപോലെ തന്നെ ഇടയ്ക്ക് മഴ പെയ്തു, മഴ പെയ്യാതിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ മുരുടേശ്വരം ട്രിപ്പ് വന്നത്. പിന്നെ ഇവിടുത്തെ പ്രസാദം ലഡുവാണ്. ലഡു മാത്രമല്ലാന്ന് തോന്നുന്നു, പക്ഷെ നമ്മൾ ലഡുവാണ് വാങ്ങിയത്. ഇവിടുത്തെ പ്രസാദം വരുന്നത് നല്ല വലിയ തിരുപ്പതി ലഡു പോലത്തെ വലിയ ലഡുവാണ് വരുന്നത്. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര കാമിങ് ആയിട്ട്, അവിടെ ഇരിക്കാനായിട്ട് ഭയങ്കര ഒരു സമാധാനം നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഒരു കാംനെസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഇതിനടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. മാക്സിമം ആരും അവിടെ കയറാതിരിക്കുക, ഓവർ പ്രൈസ്ഡ് ആണ്, എന്നാൽ അത്ര ടേസ്റ്റും ഇല്ല. ഹലോ, അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ബത്കാൽ റെയിൽവേ സ്റ്റേഷനിലാണ്. ബത്കൽ എന്നല്ലേ പറയുന്നത്, ബത്കാൽ റെയിൽവേ സ്റ്റേഷനാണ്. ഇന്നലെ വൈകിട്ടത്തെ വീഡിയോ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ റൂമിലെത്തിയപ്പോൾ 9:30 ആയി. എൻ്റെ ഫോണിലെ ചാർജ് കഴിഞ്ഞു. ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഞാൻ റൂമിലെത്തി ഫോൺ കുത്തിയിട്ട് ഫ്രഷ്നപ്പായി കിടന്നുറങ്ങി. ഭയങ്കരമായിട്ട് ടയർഡായിരുന്നു. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് ഒന്നുകൂടെ അമ്പലത്തിൽ പോയായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി അമ്പലത്തിൽ പോയ വീഡിയോ എടുത്തതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് എടുക്കാനത്. പിന്നെ അമ്പലത്തിൽ പോയിട്ട് റൂം വെക്കേറ്റ് ചെയ്തു. അപ്പം എനിക്ക് എൻ്റെ ടിക്കറ്റ് ക്യാൻസലായി. വീണ്ടും വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, അത് കൺഫേം ആയില്ല. സോ ഞാൻ നോക്കിയപ്പം എനിക്ക് ബത്കലിൽ നിന്ന് OK എക്സ്പ്രസ്സും കാണിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പൂർണ്ണ എക്സ്പ്രസ് മുരുടേശ്വറിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാൽ ബത്കലിലെ OK എക്സ്പ്രസ്സിൽ നിന്ന് കയറാമെന്ന് വിചാരിച്ചു. കാരണം അത് നമ്മുടെ അവിടെ 3:30 ഒക്കെ ആകുമ്പോഴത്തേക്കും എറണാകുളം എത്തും. ഇവിടെ 1:30 ആണ് ബത്കലിലെ ടൈം. പൂർണ്ണ ഓൾറെഡി 1 hour ലേറ്റ് ആണ്. 4:30 മുരുടേശ്വറിലെ ടൈം വരുന്നത്. ഓൾറെഡി 1 hour ലേറ്റും കൂടെ ആണ്. സോ ഞാൻ OKയിൽ കയറാമെന്ന് വിചാരിച്ചു. ഭയങ്കര ആളായിരിക്കും. കാരണം OK ടിക്കറ്റ് തത്കാലം ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് തന്നെ 100 വെയിറ്റിംഗ് ലിസ്റ്റ് ഒക്കെയാണ് കാണിച്ചത്. തത്കാലം ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം ഇവിടം വരെ ഇനി എങ്ങനെ തിരിച്ച് വീട്ടിലെത്തും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്രാവശ്യത്തെ എൻ്റെ ഈ ട്രിപ്പ് ഭയങ്കര അടിപൊളി അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു. ഒരു പ്ലാൻ ഇല്ലാതെ എന്താ പറയാ, അൺലക്കി ആയിരുന്നെങ്കിലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ട്രിപ്പായിരുന്നു ഇത്. ഓക്കെ, ഇനി നമുക്ക് ട്രെയിൻ വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. കാരണം ജനറലാണ് ഞാൻ കയറാൻ പോകുന്നത്. മാംഗ്ലൂരിൽ ചെന്നിട്ട് സ്ലീപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. കാരണം അല്ലാതെ ഞാൻ ഒരു ടൈം ഗോവ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം TT ഭയങ്കര സീനാണ് ഈ റൂട്ടിൽ വരുന്ന TT. ഒരു ഇത് കൂടി പോകുന്നതോടൊക്കെ 500-600 രൂപ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് 10,000-3,000 രൂപ കൊടുക്കാൻ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മാംഗ്ലൂരിൽ ചെന്നിട്ട് അവിടെ TT ചേഞ്ച് ആകുമായിരിക്കും. എന്നിട്ട് അവിടുന്ന് നമുക്ക് നോക്കാം, എന്തായാലും നോക്കാം. നമ്മളപ്പോൾ മാംഗ്ലൂർ ജംഗ്ഷനിലെത്തി. TT ഇതുവരെ വന്നില്ല. TTക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്. എന്നിട്ട് വേണം എനിക്ക് സീറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം 2:37 നമ്മൾ എറണാകുളം ജംഗ്ഷനിലെത്തി. കറക്റ്റ് ടൈമിനാണ് ട്രെയിൻ വന്നേക്കുന്നത്. ഞാൻ ലാസ്റ്റ് വന്നുകൂട്ടെ TT വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സക്സസ്ഫുള്ളി നമ്മുടെ മുരുടേശ്വർ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.